നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷം ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകുന്ന രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ ഊഹക്കച്ചവടം എന്ന് പറയുമ്പോൾ ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ചിട്ടി, പിന്നെ ലോട്ടറി, ഇങ്ങനെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഊഹക്കച്ചവടങ്ങൾ. അതിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വർഷം ഭാഗ്യം പരമാവധി നേടാൻ പറ്റുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പൊതുവിൽ രാഹു അഥവാ സർപ്പം അനുകൂലമായിട്ട് വരുമ്പോഴാണ് ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യം സിദ്ധിക്കുക എന്നൊരു വിശ്വാസമുണ്ട്. ഭൂരിപക്ഷം പേരും അങ്ങനെ വിശ്വസിക്കുന്നെങ്കിലും എതിരഭിപ്രായമുള്ള ജ്യോതിഷന്മാരുമുണ്ട്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഹു അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ, ഊഹക്കച്ചവടങ്ങളിൽ ഭാഗ്യം സിദ്ധിക്കും. രാഹു അനുകൂലമായാൽ, രാഹു അഥവാ സർപ്പം. അപ്പോൾ അതുമാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ പിന്തുണയൊക്കെ കൂടെ ചേരുമ്പോഴാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, മാർച്ച് 29 ശനി മാറിയിട്ടുണ്ട്. അതുകൂടാതെ മെയ് 14 വ്യാഴം മാറുന്നു. മെയ് 18 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ഏകദേശം 6 രാശിക്കാർക്ക് ഈ വർഷം രാഹു പല സമയത്തായിട്ട് അനുകൂലമായിട്ട് വരുന്നെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ പിന്തുണയൊക്കെ അനുസരിച്ച് ഞങ്ങൾ ഈ 6 രാശിക്കാർക്കും 6 സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും 1-ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം ഏറ്റവും ഒടുവിൽ പറയാം. 6-ാം സ്ഥാനം ലഭിക്കുന്ന രാശിയുടെ കാര്യം ആദ്യം പറയാം. ഓക്കെ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല. പക്ഷെ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദക്ഷിണയായിട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ നൽകുക. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. 3, 6, 11 ഈ ഭാവങ്ങളിൽ രാഹു അഥവാ സർപ്പം നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം രാഹു നൽകുക. അതേസമയം തന്നെ രാഹുവിൻ്റെ കൂടെ മറ്റൊരു നിഴൽഗ്രഹമുണ്ട്, കേതു അഥവാ ശിഖി. അത് 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും നേട്ടമാണ്. കാരണം 11-ാം ഭാവത്തിൽ കേതു അഥവാ ശിഖി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നത് രാഹുവിൽ തന്നെയാണ്. ഈ രാഹുവും കേതുവും ഒരുമിച്ചാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് രാശി മാറുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് മാർച്ച് 31 രാവിലെ. അപ്പോൾ ഇന്ന് രാഹു നിൽക്കുന്നത് മീനം രാശിയിലാണ്. പക്ഷെ ആദ്യം ഞങ്ങൾ പറയുന്നത് മെയ് 18 രാഹു കേതു മാറുമ്പോൾ അനുകൂലമായിട്ട് വരുന്ന രാശിക്കാരുടെ കാര്യമാണ് ആദ്യമൊക്കെ പറയുന്നത്. അതിലുള്ള 3 രാശിക്കാർക്കും, അതായത് രാഹു മെയ് 18 കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ 3, 6, 11 ഭാവങ്ങളിൽ വരുന്ന രാശിക്കാർ. പക്ഷേ ആ രാശിക്കാരിൽ പലർക്കും ശനി വ്യാഴവും അനുകൂലമല്ല. ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന രാഹു, കേതു, വ്യാഴം, ശനി, ഈ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ
അനുകൂല ഭാവം എല്ലാം കൂടെ കണക്ക് കൂട്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മേടം രാശിയുടെ കാര്യം നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് മെയ് 18 രാഹു മാറുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണെങ്കിലും അവർക്ക് ശനി മാർച്ച് 29 പ്രതികൂലമാണ്. അതുകൂടാതെ മെയ് 14 വ്യാഴം അനുകൂലമല്ലാതാവുന്നു. അപ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ശനിയും വ്യാഴവും ഇവർക്ക് അനുകൂലമല്ലാതാവുന്നു മെയ് 18 എന്നുള്ള തീയതി കണക്കാക്കുമ്പോൾ. അപ്പോൾ ലാഭസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നേട്ടം വരേണ്ടുന്ന മേടം രാശിക്ക് ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തതുകൊണ്ട് അവർക്ക് ഭാഗ്യം കുറഞ്ഞിരിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ കുംഭൻ രാശിയിലേക്ക് മെയ് 18 രാഹു മാറുമ്പോൾ 6ാം ഭാവത്തിൽ വരുന്നത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് പക്ഷേ ശനി പ്രതികൂലമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർച്ച് 31 രാഹു അനുകൂലമല്ലെങ്കിലും മെയ് 14 വരെ വ്യാഴം അനുകൂലമാണ്. പക്ഷേ മെയ് 14 ശേഷം വ്യാഴം അനുകൂലമല്ലാതാവുന്നു, കർമ്മഭാവത്തിൽ വ്യാഴം വരുന്നു. അതേസമയം അവർക്ക് 6ാം ഭാവത്തിൽ രാഹു ഉണ്ട്, അനുകൂലമാണ്, പക്ഷേ ഭാഗ്യം കുറഞ്ഞിരിക്കും. അപ്പോൾ മേടം കന്നി രാശിക്കാർക്ക് കാര്യമായ നേട്ടം വരുന്നില്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് മകരം രാശി ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് 3ാം ഭാവത്തിൽ മെയ് 18 കുംഭം രാശിയിൽ രാഹു വരുന്നുണ്ടെങ്കിലും അവർക്ക് മാർച്ച് 29 തൊട്ട് ശനി പ്രതികൂലമാണ്, കണ്ടക ശനിയാണ്. അതേസമയം വ്യാഴം ഇപ്പോൾ പ്രതികൂലമാണെങ്കിലും മെയ് 14 ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും ശനി അവർക്ക് പ്രതികൂലമാണ്. അപ്പോൾ അവർക്ക് ഭാഗ്യം കുറഞ്ഞിരിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ 3 രാശിക്കാരുണ്ട്. അതിൽ ഏറ്റവും ഭാഗ്യമുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. 3ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത്, അതായത് ഈ മാർച്ച് 31 ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്ന് മുതൽ ഉള്ള ഒരു ഫലം കണക്കാക്കുമ്പോൾ, രാശിഫലം കണക്കാക്കുമ്പോൾ മകരം രാശിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. അത് കൃത്യമായിട്ട് പറയാം. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഇന്നത്തെ, അതായത് മാർച്ച് 31 കണക്കനുസരിച്ച് 3ാം ഭാവത്തിൽ രാഹുവുണ്ട്. മെയ് 18 വരെ. അപ്പോൾ മെയ് 18 വരെ ഇവർക്ക് രാഹു അനുകൂലമാണ്. അതേസമയം ശനി ഈ മാർച്ച് 29 വരെ അനുകൂലമായി കഴിഞ്ഞു. അതുകൂടാതെ മെയ് 14 വരെ വ്യാഴം ഇവർക്ക് 5ാം ഭാവത്തിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 18 വരെ മകരം രാശിക്ക് ഈ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെയ് 18 വരെ. മെയ് 18 ശേഷം ഇവർക്ക് 2ാം ഭാവത്തിൽ രാഹു മാറുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മകരം രാശിക്ക് മെയ് 18 വരെ പോട്ടെ, മെയ് 14 വരെ. മെയ് 14 വ്യാഴം അനുകൂലമല്ലാതാവുന്നു. ഇപ്പോൾ 5ാം ഭാവത്തിലാണ്. അപ്പോൾ മെയ് 14 ശേഷം 6ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് വരും വ്യാഴം.
അതേസമയം ശനി മാർച്ച് 29 വരെ അനുകൂലമാണ്. അത് ഏകദേശം 2.5 വർഷം നിൽക്കും. അപ്പോൾ ഈ രാഹു മെയ് 18 വരെ അനുകൂലമാണ്. മെയ് 14 വരെ വ്യാഴം അനുകൂലമാണ്. അപ്പോൾ മകരം രാശിക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകുന്നത് മെയ് 14 വരെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് അതിനുശേഷം ഇവർക്ക് ഈ രാഹുവിൻ്റെ അനുകൂല ഭാവം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 3-ാം സ്ഥാനം ഇവർക്ക് കൊടുക്കുന്നത്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഈ മാർച്ച് 31 ഫലം പറയുമ്പോൾ ശനി 11-ാം ഭാവത്തിലുണ്ട്, രാഹു 11-ാം ഭാവത്തിലുണ്ട്. അതേസമയം വ്യാഴം ജന്മവ്യാഴമാണ്, അനുകൂലമല്ല. പക്ഷേ മെയ് 14 ശേഷം ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ മെയ് 18 ഇവർക്ക് രാഹു 10-ാം ഭാവത്തിലേക്ക് മാറും, അനുകൂലമല്ലാതാവുന്നു. അപ്പോൾ മെയ് 18 വരെ ഇവർക്ക് ഭാഗ്യം, ഈ ഊഹക്കച്ചവടങ്ങളിലെ ഭാഗ്യം ഉണ്ട്, പരമാവധി ഉണ്ട്. എങ്കിലും മെയ് 14-നും മെയ് 18-നും ഇടയിലുള്ള 5 ദിവസം ശനി, വ്യാഴം, രാഹു, കേതു ഇതെല്ലാം അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പറയുന്നത് ഏകദേശം മെയ് 18 വരെ ഇവർക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിൽ, ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ട് എന്ന് തന്നെയാണ്. ഇനി ഞങ്ങൾ പറയുന്ന 1-ാം സ്ഥാനക്കാരനാണ്, അതായത് ഇപ്പോൾ ഈ മാർച്ച് 29 തൊട്ട് പറയാവുന്ന, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് പറയാമല്ലോ, അതായത് ഇന്ന് മാർച്ച് 11 ഈ മാർച്ച് 11 തൊട്ട് ഏകദേശം 2026 മെയ് 14 വരെ നേട്ടം സിദ്ധിക്കുന്ന, അതായത് നിരത്തിപ്പിടിച്ച് ഒരു വർഷക്കാലം ഇനി നേട്ടമുണ്ടാകുന്ന രാശിക്കാരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. ഈ തുലാം രാശിക്ക് മെയ് 14 വരെ വ്യാഴം അനുകൂലമല്ല, എങ്കിലും അതൊരു ശുഭഗ്രഹമാണ്. പക്ഷേ ഇവർക്ക് രാഹുവും ശനിയും 6-ാം ഭാവത്തിൽ അനുകൂലമാണ്. എങ്കിലും മെയ് 14 ശേഷം, അപ്പോൾ തുലാം രാശിക്ക് രാഹു കൊണ്ടുള്ള അതിൻ്റെ പരമാവധി ആനുകൂല്യം വരുന്നത് മെയ് 14 തൊട്ടാണ്. മെയ് 18 വരെയും രാഹു 6-ാം ഭാവത്തിൽ ഡയറക്റ്റായിട്ട് അനുകൂലം തന്നെയാണ്. പക്ഷേ അതിന് ശേഷം 5-ാം ഭാവത്തിലാണ് രാഹു മാറുന്നതെങ്കിലും 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു വരുന്നു. അപ്പോൾ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതു രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തീർച്ചയായിട്ടും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു തീർച്ചയായിട്ടും അനുഗ്രഹ വർഷം ചൊരിയുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ 6-ാം ഭാവത്തിൽ തുലാം രാശിക്ക് മീനം രാശിയിൽ രാഹു നിൽക്കുന്നു, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ ഈ രാഹുവിനും കേതുവിനും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് രാശിയിലാണോ അവർ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സ്വഭാവമാണ് ആ രാഹു പ്രദാനം ചെയ്യുക. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനം രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന രാഹു തുലാം രാശിക്ക് അനുകൂലം തന്നെയാണ്, ഡയറക്റ്റായിട്ട് അനുകൂലം തന്നെയാണ്. അതുകൂടാതെ മെയ് 18 രാഹു ശനിയുടെ സ്വക്ഷേത്രമായ കുംഭം രാശിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ രാഹു കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ അധിപനായ ശനിയുടെ സ്വഭാവമാണ് പ്രദർശിപ്പിക്കുക. അതിശക്തമായിട്ടുള്ള
അനുഗ്രഹങ്ങളാണ് രാഹു കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ പ്രദാനം ചെയ്യുക. അത് ഇവർക്ക് ഗുണകരമാണ്, തുലാം രാശിക്ക്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് മാർച്ച് 11, ഈ മാർച്ച് 11 പോട്ടെ, മാർച്ച് 29 തൊട്ട് ഇവർക്ക് ശനിയും രാഹുവും അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത നിലനിൽക്കുന്നു. അതേസമയം മെയ് 14 ശേഷം ഏകദേശം ഒരു വർഷം, അതായത് 2026 മെയ് 14 വരെ ഇവർക്ക് രാഹുവും കേതുവും അതുപോലെ തന്നെ ശനിയും വ്യാഴവും, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു, ഇത് 4ഉം ഇവർക്ക് തുലാം രാശിക്ക് മാത്രമാണ് അനുകൂലമായിട്ട് വരുന്നത് മെയ് 14 ശേഷം. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.5 വർഷം കൂടെ 1.5 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള, അതായത് ഇടിവെട്ട് സൗഭാഗ്യമൊന്നുമല്ല, അതിലും മുന്തിയ നേട്ടങ്ങളാണ് ഞങ്ങൾ പറയുന്നത് മെയ് 14 തൊട്ട് ഒരു വർഷം. എങ്കിലും ഇപ്പോഴും ഈ മെയ് 14 വരെയും ഇവർക്ക് ഭാഗ്യം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതിൻ്റെ പരമാവധി ശക്തിയോടെ വരുന്നത് മെയ് 14 തൊട്ടാണെന്ന് മാത്രം. എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നത്, വെളിച്ചം ചാനൽ വിശ്വസിക്കുന്നത്, രാഹു അഥവാ സർപ്പം അനുകൂലമായിട്ട് വരുമ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ മാത്രമല്ല അപ്രതീക്ഷിത ധനലാഭം, അതുകൂടാതെ പൂർവികരുടെ അനുഗ്രഹം. ഈ രാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പൂർവികരുടെ അനുഗ്രഹമാണ്. എന്ന് പറയുമ്പോൾ മരിച്ചുപോയവരുടെ മാത്രമല്ല, പിതൃസ്ഥാനീയരുടെയും മാതൃസ്ഥാനീയരുടെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ, ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള മാതൃപിതൃ ഗുരു സ്ഥാനീയരുടെ മുഴുവൻ അനുഗ്രഹം ചൊരിയുന്ന ഒരു രാശിയിലേക്കാണ്, കുംഭൻ രാശിയിലേക്കാണ് രാഹു നിൽക്കാൻ പോകുന്നത്. അത് പൊതുവിൽ ഈ പൂർവികരുടെ അനുഗ്രഹമാണ് നൽകുന്നത്. രാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പൂർവികരുടെ അനുഗ്രഹമാണ്. അത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള മാതൃപിതൃ ഗുരു തുല്യരായവരുടെ അനുഗ്രഹമാണ് രാഹു നൽകുന്നത്. അത് ഇവിടെ ലഭിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ തുലാം രാശിക്കാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.